മഹി ഭാര്യയും കുഞ്ഞുമായി സന്തോഷത്തോടെ ജീവിക്കുമ്പോ എന്റെ കുഞ്ഞ് മരിച്ചാ ജീവിക്കുന്നത്. നിങ്ങൾ എല്ലാരും കൂടിയാ മഹേട്ടൻ എന്ന മോഹം എന്റെ മനസ്സിൽ കയറ്റിയത്. അറിയാ ശ്രേയേ, ഞാൻ നിനക്ക് തന്ന വാക്കു പാലിക്കും. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ നടന്നത്. കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെങ്കിൽ ഒരു കർമ്മം കൂടി ചെയ്യാനുണ്ട്. എന്താ രാഹുൽ അത്? അതൊക്കെ ഉണ്ട്, നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ നോക്കിയോളാം. നമ്മുടെ ഭാഗത്തെ പാളിച്ചുകൊണ്ട് വിചാരിച്ച കാര്യങ്ങൾ നടക്കാതെ പോകരുത്. എല്ലാവർക്കും നല്ല ശ്രദ്ധ വേണം. ശരി, ഞാൻ ഏതായാലും ആ ഗുണ്ടയൊന്ന് വിളിക്കട്ടെ. 1-2 തെളിവുകൾ കൂടി നശിപ്പിക്കാനുണ്ട്. അതും കൂടി ചെയ്യുന്നതോടെ നമ്മൾ പൂർണ്ണമായിട്ട് സേഫ് ആവും. ശരി, വേഗം ചെല്ലേ. ആ മോളെ വാ. ഗൗരി, നീ എന്തു വിചാരിച്ചു എന്നെക്കുറിച്ച്? നീ മഹിയെ എത്രത്തോളം നിന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ നിന്നിൽ നിന്നും അവനെ അകറ്റും. ഓരോ പ്രാവശ്യവും നഷ്ടങ്ങൾ നിനക്ക് മാത്രമായിരിക്കും. ഇപ്പോ നിനക്ക് നിന്റെ അച്ഛനെ നഷ്ടപ്പെട്ടതുപോലെ. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേ. അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ? അതാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. എനിക്കൊന്നും കേൾക്കണ്ട. വെറുതെ ഓരോന്ന് പറഞ്ഞ് സത്യമാക്കാനും നോക്കണ്ട. ഞാൻ ഇതൊന്നും വിശ്വസിക്കില്ല. അങ്ങനെ പറയല്ലേ ഗൗരി. നിന്റെ അച്ഛൻ എനിക്ക് അന്യനാണോ? അതെ, ഞാൻ എന്റെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടിരുന്നത്. ഓ, അതെനിക്ക് മനസ്സിലായി. ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാനും എന്റെ അച്ഛനും എന്ത് തെറ്റാ മഹിയേട്ടനോട് ചെയ്തേ? എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വില എന്താന്ന് നിങ്ങൾക്കറിയാലോ. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. ഞാൻ നിന്റെ കാല് പിടിക്കാൻ ഗൗരി. നീ എന്നെ ഒന്ന് വിശ്വസിക്കേ. നിനക്ക് എന്നെ അറിയാവുന്നതല്ലേ? ഇങ്ങനെ ഒരു ചതി മനഃപൂർവ്വം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയില്ല. അത് മാത്രം എന്റെ ഭാഗത്ത് നിന്നുണ്ടായ മിസ്റ്റേക്ക്. അതിന്റെ ഫലം ഇപ്പൊ അനുഭവിക്കേണ്ടി വന്നത് എന്റെ പാവ അച്ഛന്. ഗൗരി, നീ ഇങ്ങനെയൊന്നും പറയരുത്. നിനക്ക് എന്താ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്തത്? അത്രയ്ക്കുള്ളോ നിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം? മഹിയേട്ടാ, പ്ലീസ് ഇനി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ അച്ഛനോടും കുടുംബത്തോടും നിങ്ങളുടെ മനസ്സിൽ പകയായിരുന്നു. ഒരവസരം വന്നപ്പോ അത് നടപ്പിലാക്കി. അതല്ലേ ഉണ്ടായത്. കഷ്ടമാണ് ഗൗരി. ശരി, നീ എന്നെ വിശ്വസിക്കണ്ട. എന്താ ഉണ്ടായെന്ന് അറിവെന്ന് പറയും. നീ എന്റെ കൂടെ ഒന്ന് വാ. എന്റെ അച്ഛൻ ഇവിടെ ജീവനറ്റ് കിടക്കുമ്പോ ഞാൻ നിങ്ങളുടെ കൂടെ വരണോ? അതല്ല ഗൗരി, അരവിന്ദ് തടവിലാണ്. അവനെ അവിടുന്ന് രക്ഷിക്കുക പോലും ചെയ്യാതെയാ ഞാൻ അച്ഛന്റെ കാര്യത്തിന് ഇങ്ങോട്ട് ഓടിപ്പോകുന്നത്. നമുക്ക് പോയി അവനെ രക്ഷിക്കണം. അവനെല്ലാം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞാൻ എങ്ങോട്ടും വരില്ല.